ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്കനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചലിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമ കൊണ്ടുവരുമ്പോഴൊക്കെ ദൈവം അവരോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളെൻ്റെ വാക്ക് പാലിക്കണം, നിങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ജനവുമായിരിക്കും. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ കൽപ്പനകൾ സുവിശേഷത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് അനുസരിക്കുമ്പോഴാണ് ഈ ദൈവത്തിന് പ്രിയപ്പെട്ട ജനതയായി നമ്മൾ മാറുന്നത്, ഈ ജനതയുടെ ദൈവമായി മാറുന്നത്. ദൈവം, പ്രപഞ്ച സൃഷ്ടി ദൈവം, യഹോവ ദൈവം നമ്മുടെ ദൈവമായി മാറും നമ്മൾ ഈ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ്. അതുകൊണ്ട് പറയുന്നത് ഉടനീളം ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ജനവുമായിരിക്കും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാകാൻ കോംപ്രമൈസ് ഇല്ലാതെ ഈ വചനം അനുസരിക്കുന്നവരാവാം. അങ്ങനെ വചനം അനുസരിക്കണമെങ്കിൽ നമ്മളിത് വായിക്കുന്നവരാവണ്ടേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചനം വായിക്കാനൊരു കൃപ നൽകണമേ, ഇത് ജീവിക്കാനൊരു കൃപ നൽകണമേ എന്ന്. ആമേൻ.